അവിടെ നിന്നോ, ഇല്ലെങ്കിൽ നിന്നെ ഞാൻ ഇന്ന് കൊല്ലും ഞാൻ. അമ്പടാ, ഇതെന്താ പുഷ്പകവുമാനോ? ആകാശത്ത് ഇറങ്ങണില്ലല്ലോ. വാ 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 വാ, ഇത് ഞാനാ വിളിക്കണ. എന്നെ എനിക്ക് ശരിക്കും മനസ്സിലായിട്ടില്ല. വാ. നല്ല കാലം ചാണകമാണല്ലോ. ഒന്നുകിൽ നീയേ അല്ലെങ്കിൽ ഞാൻ. ഒന്ന് നോക്കി നടന്നുകൂടോ. ഏത് പ്രാന്താശുപത്രി ഓടി വന്നെ? മുഖത്ത് കണ്ണിലിടോ എനിക്ക്. സമയമില്ലല്ലോ. എന്തൊരു സ്പീഡാ പോ. ഒളിമ്പിക്സ് കോഴി വണ്ടി ഇപ്പൊ വന്ന് പോയിട്ടുണ്ടോ? എവിടുന്ന്? ഇന്ത്യൻ വണ്ടിയെ പറ്റി മോള് തീരെ പരിഭ്രമിക്കണ്ട. അയ്യോ, മുണ്ടിൽ മുഴുവൻ ചളിയായല്ലോ. അച്ചോട്ടെ മുണ്ട് മാറ്റിട്ട് പോരാ. അയ്യോ, അതിനൊന്നും ഇനി നേരമില്ല. എന്നാൽ അങ്ങനെ തന്നെ. ഭാനുവെടുത്തേ ഇതാ കോഴി എത്തിക്കഴിഞ്ഞു. കൊല്ലണതാരാ? ഓ, അത് ശരിയാണല്ലോ. ഞാനാണല്ലോ സ്ഥിരം കൊലപാതകി. ആ കത്തെടുക്കൂ. അമ്മേ, അച്ഛൻ സ്റ്റേഷനിൽ കാത്തു നിൽക്കുന്നുണ്ടാവും. ആ കോഴിയും കൊടുത്തേ. ഓ, അത് പിടിക്കൂ. ഒന്നും ചെയ്യില്ല, പിടിച്ചോളൂ. അച്ചോട്ട് വാ. ഓ മോളെ, എന്റെ കൈ വിട്. എന്റെ മുണ്ട് മതി. മുണ്ടൊന്നും വേണ്ട. മുണ്ടില്ലാതെ ഇപ്പൊ തന്നെ നേരം എത്രയാ? നേരൊക്കെ എത്രങ്കിലും ആയിക്കോട്ടെ. സാധാരണ അതൊക്കെ പതിവാ. രാഘവേട്ടനാ, ഇന്നെന്താണോ വണ്ടി സമയത്തെത്തി? ഏതായാലും സ്റ്റേഷനിൽ പോകാതെ കഴിഞ്ഞു. ഞാൻ അപ്പോഴേ പറഞ്ഞതാ, ആരും കാണാൻ അച്ഛൻ എന്തുമാത്രം സങ്കടപ്പെട്ടു. പിന്നെ മൂപ്പർക്ക് എന്താ സ്വന്തം വീട്ടിൽ വഴിയറിയില്ലേ? അച്ഛാ, രാവിലെ മുതൽ ഞാൻ ഇറങ്ങി നിൽക്കുക. ഈ അച്ചോട്ടം കാരണം സ്റ്റേഷനില്. അയ്യോ, ഞാൻ കാരണല്ല, കോഴി കാരണം. ഞാൻ അവരൊന്നും ഇല്ലാത്തോണ്ടല്ലേ ഞാൻ തന്നെ ഇറങ്ങി പുറപ്പെട്ടത്. പക്ഷേ ഞാൻ കോഴി. അയ്യോ, ഞാൻ കോഴിയല്ല, ഭാനുവെടുത്തി. കോഴി വേണമെന്ന് പറഞ്ഞു. അതിന്റെ പിന്നാലെ ഓട്ടം ചാട്ടുമായിരുന്നു. ഇപ്പൊ അങ്ങോട്ട് കൊണ്ട് കൊടുത്തുള്ളൂ. എന്റെ കടിതം കിട്ടില്ലായിരുന്നു പാനു? കടിതോ? കത്ത് ഒക്കെ കിട്ടി. അത് ഇങ്ങോട്ട് വിട്ടാ മതി. രാഘവട്ടം പൊട്ട് വിശ്രമിക്കൂ. സൂക്ഷിക്കണം കേട്ടോ. ഞാൻ സൂക്ഷിച്ചോളാം. നീ സൂക്ഷിക്കുന്ന കാര്യമല്ല, അതിനകത്ത് പൊട്ടുന്ന സാധനം ഉണ്ടത് പൊട്ടാതെ സൂക്ഷിക്കണം. ഞാൻ സൂക്ഷിച്ചോളാം. മോളുവാ. വെരി ഹെവി വെയിറ്റ്. ഒന്ന് സഹായിക്കൂ. മോളെ, കുറച്ച് മല്ലിയിലേയും വെളുത്തുള്ളിയും കൂടി അരച്ചോളൂ. അയ്യേ, അതൊക്കെ ചേർത്ത് വൃത്തിയേടാക്കണോ അമ്മേ? അച്ഛൻ അതൊക്കെ ഇഷ്ടാകുന്ന വെച്ചാ എന്താ ചെയ്യാ? അരച്ചിട്ട് ഈ ഉള്ളിയും കൂടി ഒരിച്ചു വെച്ചോളൂ. ഹായ്, എന്താ അച്ചു ഇത്? കുറച്ചുകൂടെ അങ്ങോട്ട് മാറിയിരുന്ന് ചെയ്തൂടെ? തൂവലെല്ലാം കിണറ്റിലല്ലേ വീഴുക? അത് ശരി, തൂവല് കിണറ്റിൽ വീഴാതെ സൂക്ഷിക്കാനുള്ള ബുദ്ധിയും കൂടി എനിക്കില്ലാന്ന്. അച്ഛേ വാ, നമുക്ക് പോവാം. എങ്ങടാ? വണ്ടിയിൽ ഇരുന്നപ്പം വിചാരിച്ച എത്തിയ ഉടനെ ആ കോരപ്പുറത്തെ കുളത്തിലത് മുങ്ങിക്കുളിക്കണം. അവിടെ ഈ കുഴായി തണ്ണിലല്ലേ കുളി. ക്ലോറിന്റെ മണം വേറെ. മുനിച്ചാമി ഉണ്ടെ നല്ല വെള്ളം കിട്ടും. അതാരാ ഈ മുനിച്ചാമി? ഓട്ടറാ. ഓ, എന്തൊരു സ്നേഹമുള്ളവനാണെന്നറിയോ. ഞാൻ എന്റെ വലുതേ നീട്ടി അവനറിയാം എന്തിനാണെന്ന്. ഇടതേ നീട്ടിയാലും അവന് സംഗതി പിടികിട്ടും. കൈയൊന്നും നീട്ടിയില്ലെങ്കിൽ അവ വെറുതെ നിൽക്കായിരിക്കും. വയസ്സുകാലത്ത് തണുത്ത വെള്ളത്തിൽ കുളിച്ച് പനി പിടിപ്പിക്കണ്ട കേട്ടോ. പാനു, നീ പറഞ്ഞു എന്നെ കളവനാക്കരുത് കേട്ടോ. വളരെ എവിടേക്കാ? കുളിക്കാൻ. ഓ, പറഞ്ഞ മാതിരി. അച്ചു കോഴി രാവിലെ തൊട്ട് നിന്റെ പിന്നാലെ നടക്കണതാ. അവിടെ കിടക്ക്. കണ്ടോ? ഒരു ഇപ്രാവശ്യത്തെ മഴയൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? ഇപ്രാവശ്യത്തെ മഴയിലെ മഴ 51-ലെ വെള്ളപ്പൊക്കത്തിന് ശേഷം ഇത്രയും വീരശൂര പരാക്രമിയായിട്ടൊരു മഴ ഉണ്ടായിട്ടില്ല. അങ്ങെല്ലാം മഴയെ കിടയാത്. കുടിത്തണ്ണിക്കൂടി രമ്പ കഷ്ടം. രാഘവേട്ടാ, വണ്ടി വാളയാറ് വിട്ടിട്ട് മണിക്കൂർ കുറയായി. ആ തമിഴ് വിട്ടിട്ട് മലയാള മണ്ണിലേക്ക് വരൂ. ആ മണ്ണിന്റെ കാര്യം പറഞ്ഞപ്പോഴാ നമ്മുടെ പറമ്പൊക്കെ എങ്ങനെ ഉണ്ടാ? പറമ്പ് അങ്ങനെയുണ്ട്. പണി തുടങ്ങുന്ന രാഘവട്ടം വന്നിട്ട് മതിയെന്നല്ലേ പറഞ്ഞിരുന്നത്? അല്ല, നീ ഇടയ്ക്കിടയ്ക്ക് പോയി നോക്കാറില്ലേ? നോക്കാറുണ്ട്. എന്താ ഈ പറമ്പ് മേടിക്കാൻ വേണ്ടി രാഘവട്ടം ആരുടെ കുറച്ച് കടം മേടിച്ചിരുന്നല്ലോ? പെൻഷൻ ആകുമ്പോ കിട്ടിയ കാശ് മുഴുവൻ കടം വീട്ടി തീർക്കായിരുന്നു. ഇനി മുമ്പോട്ടുള്ള ജീവിതത്തിന് ആ പറമ്പ് മാത്രമേ ഉള്ളൊരു ശരണം. രാഘവട്ടം ധൈര്യമായിട്ടിരിക്കുകയും മണ്ണ് മനുഷ്യനെ ചതിച്ചായിട്ടുള്ള ചരിത്രം ഒന്നും ഉണ്ടായിട്ടില്ല. അങ്ങനെ വിശ്വസിക്കാം. എന്നാലും കഴിഞ്ഞ 30 വർഷത്തിലേറെ കേട്ട് തരംപിച്ച ഈ തീവണ്ടിയുടെ ഒച്ചയും ബഹളവും ഒന്നും ഇല്ലാണ്ട് ഇനി ഇങ്ങോട്ട് ജീവിക്കണല്ലോ എന്ന് ഓർക്കുമ്പോഴാ. അതിന് ആരും കാര്യം ചെയ്യാം. എല്ലാ ദിവസവും രാവിലെ രാഘവേട്ടന്റെ വീട്ടിൽ വന്നിട്ട് ആ തീവണ്ടിയുടെ ശബ്ദം ഉണ്ടാക്കാം. തീവണ്ടി ഞാനുള്ള ബന്ധത്തെ കുറിച്ച് നിനക്ക് എന്താ വല്ല രക്തബന്ധം വല്ലതും ഉണ്ടോ? അതിനൊക്കെ വലിയ ബന്ധമാണെന്ന് വെച്ചു. നിനക്കറിയോ, എന്റെ കോടി കണ്ടാവൻ നിൽക്കും. കോടിയുടെ നിറം മാറ്റിയാ അവൻ പോകും. ഒരു ദിവസം രാത്രി അത്തിപ്പെട്ടിന്ന് ഗുമ്മുടിപ്പുണ്ടിലേക്ക് വരിക. M2 ഡൗൺ. പാളം തെറ്റിക്കിടക്ക. ഞാനപ്പോ ഡ്യൂട്ടിയിലല്ല, വെറുതെ ഒരു നൈറ്റ് വാക്കിന് ഇറങ്ങിയതാ. ഈ M2 ഡൗൺ എന്ന് പറയുന്ന സാധനം ഉണ്ടല്ലോ,
പറന്ന വരുന്നതേ. സിഗ്നൽ നോക്കിയപ്പോ പച്ച. എന്റെ ഉള്ളൊന്ന് കത്തി. ഫാക്ടറി പണിയും കഴിഞ്ഞു വരുന്ന ആയിരക്കണക്കിന് തൊഴിലാളികളുണ്ട് വണ്ടിക്കകത്ത്. പിന്നെ ഞാൻ വേറെ ഒന്നും ആലോചിക്കാൻ പോയില്ല. ഷർട്ട് അങ്ങോട്ട് വലിച്ചു ഊരി തീപ്പെട്ടിക്കൊള്ളി ഒരച്ച് കത്തിച്ചിട്ട് പാളത്തിലേക്ക് എടുത്തൊരു ചാട്ടാണ്. ഓ, തീ കണ്ടപ്പോ ഡ്രൈവർക്ക് കാര്യം പിടികിട്ടി. അയാൾ സഡൻ ബ്രേക്ക് ഇട്ട് വണ്ടി നിർത്തി. ഇതുപോലെ രംഗം ഞാനൊരു തമിഴ് പടത്തിൽ കണ്ടിട്ടുണ്ടല്ലോ. തമിഴ് പടത്തില് പച്ചവിളക്ക്. ശിവാജി ഗണേശൻ ഇതുപോലെ തന്നെ ഷർട്ട് കത്തിച്ച് വണ്ടി നിർത്തുന്നുണ്ട്. രാഘവേട്ട ആ പടം കണ്ടിട്ടുണ്ടല്ലേ? എടാ, ഇത് പടത്തിലെ കാര്യമല്ല, ഞാനിത് ശരിക്കും ചെയ്ത. വീമ്പളക്കിൽ നിർത്തിയിട്ട് Pandit Jawaharlal Nehru, one of the greatest figures in the world's history. He was ഒന്ന് എണ്ണീറ്റേ, ഇതൊന്ന് വിരിക്കട്ടെ. നീയല്ലേ പറഞ്ഞ പ്രശാന്തൻ ഒന്നും പഠിക്കുന്നില്ലെന്ന്. കുട്ടികളെ വെറുതെ കുറ്റം പറയല്ലേ ഭാനു. എത്ര അരുമയായിട്ടാവും പഠിക്കുന്നത്? സന്ധ്യക്ക് കുറെ നേരം ഇങ്ങനെ ബഹളം വെക്കുന്നത് കേൾക്കാം. അരമണിക്കൂർ, കൂടിയാൽ 1 മണിക്കൂർ. അത്രയും മതിയായിരിക്കും മുഴുവൻ പഠിക്കാൻ. എനിക്കല്ലെങ്കിലും അറിയാം, ചെറുപ്പത്തിലെ മുതൽ അവന് നല്ല മൂളയാണ്. at Allahabad. When not quite 15, he went to Harrow School in England and then to Cambridge. After നീ അങ്ങോട്ടിരുന്നേ, എന്നിട്ട് ഇതൊക്കെ ഒന്ന് വിശദമായിട്ട് കാണാം. ദേ, എന്റെ പുറകെ നിൽക്കുന്നതാണ് വെള്ളയപ്പൻ. വെള്ളയപ്പോ? അപ്പോ അല്ല, അപ്പൻ. വെള്ളയപ്പൻ. ഓരോ പേരുകളെ. ഇത് വെള്ളിയപ്പൻ. ആഹാ, പിന്നെ അപ്പനോ? ഇവங்க ബ്രദേഴ്സ്. ഇനി അപ്പന്മാരുണ്ടെങ്കിൽ ഒരുമിച്ച് അങ്ങ് പറഞ്ഞേക്കെ. ഇനി അപ്പന്മാരല്ല, ചാമിമാരാ. ഇത് പളനിച്ചാമി, ഇത് മുനിച്ചാമി, ഇത് വീരാച്ചാമി. ഇത്തിരി കൊള്ളാവുന്ന പേരുള്ള ആരും നിങ്ങളുടെ കൂട്ടുകാരായിട്ടില്ലേ? എടീ, ഇതൊക്കെ അവിടെ ഒന്നാന്തരം പേരുകളാ. അയ്യേ. അച്ഛാ, രാത്രി എന്താ കഴിക്കാൻ വേണ്ടത്? രാത്രിയില് ഇലിമ്പിച്ച ശാതം മതി, അല്ലെങ്കിൽ വേണ്ട പുളിയോദര. അവക്ക് അതൊന്നും ഉണ്ടാക്കാൻ അറിയില്ല. പഠിച്ചില്ലേ മോളെ? അച്ഛൻ എത്ര പ്രാവശ്യം പറഞ്ഞു തന്നതാ? മറന്നുപോയി അച്ഛാ. നിങ്ങൾ ഇനിയെങ്കിലും മനുഷ്യന്മാര് കഴിക്കുന്ന എന്തെങ്കിലും കഴിക്കാൻ നോക്ക്. മോളൊരു കാര്യം ചെയ്, തൈര് ശാതം മതി. നീ ചോറുണ്ടാക്കിക്കൂ, തൈരും കൂട്ടി കുഴച്ച് തൈര് ശാതം ആക്കിക്കൊള്ളു. അങ്ങനെയല്ല ബാനു. അങ്ങനെ തന്നെയാണ് ബാനു. അവിടെ ആയിരുന്നപ്പോ അവിടുത്തെ ഭക്ഷണം, ഇനി ഇവിടെയല്ലേ, ഇവിടുത്തെ ഭക്ഷണം കഴിച്ചാ മതി. അത് മതി, ചെല്ലേ. മോളെ, രാത്രി അച്ഛന് വാഴപ്പഴം വേണം. എനിക്കിത് കേൾക്കുമ്പോഴാ വാഴപ്പഴം, കാളപ്പഴം, വാഴപ്പഴം ഒക്കെ ഇവിടെയുണ്ട്. 33 കൊല്ലം തമിഴ്നാട്ടിൽ കഴിച്ചു കൂട്ടിയോനല്ലേ ഞാൻ. അതിനെന്താ, 5-8 കൊല്ലം ഞാനും ഉണ്ടായിരുന്നില്ലേ? ഒരൊറ്റ തമിഴ് വാക്ക് പോലും ഞാൻ പറയുന്നില്ലല്ലോ. അത് കളാ. ലതിക ഇനി പരീക്ഷ എഴുതുന്നില്ലേ? എന്തിനാ വെറുതെ കാശ് കളയാൻ? ഇത്രയൊക്കെ പഠിച്ചാ മതി. എനിക്ക് പിള്ളേരുടെ കാര്യം ആലോചിക്കുമ്പോഴാ സമാധാനം കിട്ടാത്തത്. പ്രഭാകരനും പ്രകാശനും മുഴുവൻ സമയവും രാഷ്ട്രീയ പ്രവർത്തനമാണ്. അതിനെന്താ, ഇന്നത്തെ കാലത്ത് അരശിയൽ നല്ല ഏർപ്പാടാ. നീ പഴഞ്ചനായതുകൊണ്ടാ ദഹിക്കാത്തത്. എടി, 33 വർഷം റെയിൽവേക്കാരനായിരുന്ന എന്നെ ആരറിയും? ചില വോട്ടർമാർ കണ്ടാൽ സലാം വെക്കും, അത്ര തന്നെ. അതേസമയം ഒരു പൊതുപ്രവർത്തകന്റെ വളർച്ചയെന്ന് പറഞ്ഞാൽ ഇന്ത്യൻ പ്രസിഡന്റ് വരെ ആകാം. മഹാത്മാഗാന്ധി, സുഭാഷ് ചന്ദ്രബോസ്, ഗോഖലെ, വല്ലഭായ് പട്ടേൽ, ഇങ്ങനെയുള്ള അരസ്യൽവാദികളില്ലായിരുന്നു നമുക്ക് സ്വാതന്ത്ര്യം കിട്ടുമായിരുന്നു. മക്കൾക്ക് പറ്റിയ അച്ഛൻ തന്നെ. ഒരുത്തനെ LLB വരെ പഠിപ്പിച്ചു, അവൻ കോടതി പോണില്ല. മറ്റവൻ BSc പാസ്സായിട്ടും ജോലിക്ക് ശ്രമിക്കുന്നില്ല. സത്യപ്രതിജ്ഞ എന്നും പറഞ്ഞ് തിരുവനന്തപുരത്ത് പോയിരിക്കുക. രണ്ടാളും തമ്മിലാണെങ്കിലോ കീരിയും പാമ്പും. പണ്ട് മുതലേ നിന്റെ കുഴപ്പം ഇതാ, നിസാര കാര്യത്തിന് വേവലാതി പിടിക്കും. ഞാനേ നല്ല നിമ്മതിയായിട്ട് ഇനിയുള്ള കാലം കഴിയാൻ വന്നതാ. മക്കളെ കുറ്റം പറഞ്ഞ് നീ എന്റെ നിമ്മതി കെടുത്താതെ. ഹലോ, ആരാ? അദ്ദേഹം ഇവിടെ ഇല്ല. സത്യമായിട്ട് ഇവിടെ ഇല്ല. സബ് ഇൻസ്പെക്ടർ ആനന്ദൻ സ്പീക്കിംഗ്. അധികകാലം ആനന്ദിക്കേണ്ടി വരില്ല. നിന്റെ അന്ത്യം അടുത്തു കഴിഞ്ഞു. ഞങ്ങളുടെ പാർട്ടി പ്രവർത്തകരെ തല്ലിച്ചതച്ച് നീ കുറെ സൂചിച്ചില്ലടാ. നീ എന്ത് വിചാരിച്ചു ഞങ്ങൾ ഇനി അധികാരത്തിൽ വരില്ലെന്നോ? അല്ല സുഹൃത്തെ, ഞാൻ ഒന്നും പറയണ്ട. കഴുത നിങ്ങളാരാ? നിന്റെ കാലൻ. ആരാ? കാലൻ. എന്റെ കാലൻ. ഇന്നലെ വിളിച്ച് ഇതുപോലെ തെറി പറഞ്ഞ് വേറൊരു ശബ്ദ. അതെ, അത് വേറെ കാലനായിരിക്കും. എന്റെ സ്റ്റേഷൻ അതിർത്തിയുടെ പല കോണുകളിൽ നിന്നും പലരും വിളിച്ച് പുളിച്ച തെറി പറയുന്നുണ്ട്. എല്ലാം ആനന്ദേട്ടം വരുത്തി വെച്ചല്ലേ? എടി, സർക്കാർ മാറി വരുമെന്ന് ആരെങ്കിലും വിചാരിച്ചോ? RDP-ക്കാര് പറഞ്ഞു, INSP-ക്കാരെ ഞാൻ തല്ലി. ഏതായാലും എന്റെ കാര്യം പോക്കാ. നമ്മളെ മക്കളെ അവര് കിഡ്നാപ്പ് ചെയ്യുമെന്നാ എന്റെ പേടി. കിഡ്നാപ്പിംഗ് ആണല്ലോ പുതിയ ഫാഷൻ. ഒരു കാര്യം ചെയ്യ്, നാളെ മുതൽ പിള്ളേരെ സ്കൂളിൽ അയക്കണ്ട. ഞാൻ പോട്ടെ.
ഞാൻ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ വൈകുന്നേരം കാണാം. അയ്യോ ഗുണ്ടകള് ഗുണ്ടകള് വരുന്നു ഗുണ്ടകള്. എത്ര ഗുണ്ടകളുണ്ടല്ലേ? ഗുണ്ടകളല്ല, അച്ഛനാ. ഏതച്ഛൻ? എന്റെ അച്ഛൻ. നിന്റെ സ്വന്തം അച്ഛനോ? പിന്നെ അച്ഛനെ വാടകയ്ക്ക് കിട്ടുവോ? എന്താടേ നിന്നെ അങ്ങോട്ട് കണ്ടില്ലല്ലോ, നീ വലിയ ആളായിപ്പോയല്ലേ? അയ്യോ, അച്ഛൻ വന്ന കാര്യമൊക്കെ അറിഞ്ഞു. ഇവിടെ ആകെപ്പാടൊരു മനസമാധാനം അല്ലഞ്ഞിട്ട് അച്ഛൻ അങ്ങോട്ട് വരാഞ്ഞത്. എന്തു പറ്റി? ആനന്ദനല്ലേ അങ്ങോട്ട് ഓടിപ്പോയെ? അതെ, ഗുണ്ടകളെ പേടിച്ചിട്ടാ. ഗുണ്ടകളോ? അതെ, രാഷ്ട്രീയ ഗുണ്ടകൾ. അച്ഛന്റെ മോൻ പ്രകാശന്റെ പാർട്ടിയിൽപ്പെട്ട ഗുണ്ടകളാ. അവര് പ്രതിപക്ഷത്തായിരുന്നപ്പോ എന്റെ കഷ്ടകാലത്തിന് എനിക്ക് ഒരുപാട് പേരെ ദ്രോഹിക്കേണ്ടി വന്നിട്ടുണ്ട്. അതിന് അവരിപ്പോ അധികാരം പ്രതികാരത്തിന് ഉപയോഗിക്കുക. ആഹാ, ആരെ നമ്മൾ അന്തമാതിരി ദ്രോഹിക്കാൻ പാടില്ല ആനന്ദ. എന്ന് വെച്ചാ ഭരണത്തിലിരിക്കുന്ന പാർട്ടി പറയുമ്പോ ചെയ്യാതിരിക്കാനൊക്കോ? പ്രകാശൻ ഇപ്പൊ ഭരിക്കുന്ന പാർട്ടിയുടെ ഏതാണ്ട് വലിയ നേതാവൊക്കെ ആണെന്ന് പറയുന്ന കേട്ടല്ലോ. എന്ത് നേതാവ്? അല്ലാതെ ഒരു ഞാഞ്ഞൂട് വിചാരിച്ചാലും തടി രക്ഷപ്പെടുത്താൻ പറ്റുവേ. അതിന് അവനോടൊന്നും ഇവിടെ വരാൻ പറഞ്ഞിട്ട് തിരിഞ്ഞു നോക്കിയിട്ടില്ല. അയ്യോ, അവൻ സത്യപ്രതിജ്ഞ അടങ്ങി തിരുവനന്തപുരത്ത് പോയിരിക്കുക. അച്ഛൻ ഇങ്ങോട്ട് കയറിയിരുന്നാട്ടെ.